പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ നല്ല ദൈവമേ, തൻ്റെ തിരുവചനത്തിലൂടെ ഞങ്ങളോട് അറിയിച്ചതുപോലെ തൻ്റെ നാമത്തിൽ 2 3 പേർ ഒരുമിച്ച് കൂടുന്നവരുടെ മധ്യത്തിൽ ഞാനുണ്ട് എന്ന് തിരുവചനം ഇപ്പോൾ അനുസരിക്കുന്നു. ഈ നിമിഷത്തിൽ ഞങ്ങളോടുകൂടി ആയിരിക്കുന്ന നല്ല ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഇന്നുവരെയും അങ്ങയുടെ ജീവിതത്തിൽ ഉടനീളം ചെയ്ത നിരവധിയായ അനുഗ്രഹങ്ങൾ എണ്ണമറ്റവയാണ്. ജീവിതത്തിൻ്റെ വിവിധ കാലഘട്ടങ്ങളിലൂടെ വിവിധ ദേശങ്ങളിലൂടെ സഞ്ചരിച്ച് വിവിധ തരത്തിലുള്ള പ്രയത്നങ്ങളും എല്ലാം ചെയ്ത്, പ്രത്യേകിച്ചും കണ്ണങ്കരമഠത്തിലെ മണ്ണിൻ്റെ മക്കൾ എന്ന രീതിയിലായിരുന്ന ആ ഇടത്തു നിന്നും ഇവിടേക്ക് പറിച്ചു നട്ട് ഈ അരീക്കര ഈ ഭവനത്തിൽ വന്നിട്ടും അല്ലെങ്കിൽ ഈ പ്രദേശത്തെയൊക്കെ വിളഭൂമിയാക്കത്തക്ക വിധത്തിൽ തൻ്റെ ആ കഠിനാധ്വാനം ഇവിടെ ചെലവഴിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ ധാരാളമായ ദൈവാനുഗ്രഹങ്ങൾ ഇന്നോളം തൻ്റെ പ്രയത്നങ്ങൾക്ക് ഫലമുണ്ടായി. അതുപോലെ തന്നെ മക്കളും എല്ലാം ഇന്ന് ഓരോരോ നല്ല നിലയിലെത്താൻ നല്ല ദൈവം അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈ മക്കളോടൊത്ത് ഈ സന്തോഷം പങ്കിടുവാനും ഈ മാതാപിതാക്കൾക്കും മക്കൾക്കും കൊച്ചുമക്കൾക്കും എല്ലാം ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നതിനും വിവിധ ദേശങ്ങളിൽ നിന്നും ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരെയും ദൈവമേ നിന്റെ കൃപയാൽ അനുഗ്രഹിച്ച് സമർത്ഥമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരു ബൈബിൾ വചനം ശ്രമിക്കാം. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം. വിതക്കാരൻ്റെ ഉപമ. അന്ന് തന്നെ യേശു ഭവനത്തിൽ നിന്ന് പുറത്തു വന്ന് കടൽ തീർത്ത് ഇരുന്നു. വലിയ ജനക്കൂട്ടങ്ങൾ അവൻ്റെ അടുത്ത് വന്നു. തന്നിമറ്റം അവൻ ഒരു തോണിയിൽ കയറിയിരുന്നു. ജനക്കൂട്ടം മുഴുവൻ തീർത്ത് നിന്നു. അപ്പോൾ അവൻ വളരെ കാര്യങ്ങൾ ഉപമകൾ വഴി അവരോട് പറഞ്ഞു. വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. അവൻ വിതച്ചപ്പോൾ വിത്തുകളിൽ കുറേ വഴിയരികിൽ വീണു. പക്ഷികൾ വന്ന് അത് തിന്നു. ചിലത് മണ്ണ് അധികമില്ലാത്ത പാറമേൽ വീണു. മണ്ണിന് ആഴമില്ലാത്തതിനാൽ അത് പെട്ടെന്ന് മുളച്ചു പൊങ്ങി. സൂര്യൻ ഉദിച്ചപ്പോൾ അത് വെയിലേക്ക് വാടുകയും വേരില്ലാതെ വീണാൽ വീണു പോവുകയും ചെയ്തു. വേറെ ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു. മുൾച്ചെടികൾ വളർന്ന് അതിനെ ഞെരുക്കി കളഞ്ഞു. മറ്റു ചിലത് നല്ല നിലത്ത് വീണു. അത് 100 മേനിയും 60 മേനിയും 30 മേനിയും വിളവ് നൽകി. ചെവിയുള്ളവൻ കേൾക്കട്ടെ. നമ്മുടെ കർത്താവായ പരിശുദ്ധ അമ്മയെ മാതാവേ, അമ്മയുടെ മധ്യസ്ഥതയിൽ തിരുക്കുടുംബത്തിലെ നസ്രത്തിലെ കുടുംബം പോലെ സ്നേഹത്തിലും ഐക്യത്തിലും സമാധാനത്തിലും ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരുടെയും കുടുംബങ്ങളായിത്തീരുന്നതിനും അവരുടെ എല്ലാവിധ നല്ല നിയോഗങ്ങളിലും പ്രയത്നങ്ങളിലും ദൈവമേ നീ കൃപ വർഷിക്കണമേ. ഇവിടെ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നിരിക്കുന്ന അവരെല്ലാം ഈ അങ്ങയോടുള്ള സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഇപ്പോൾ ഇവിടേക്ക് വരുവാനും ഈ മക്കളോടുകൂടി ആയിരിക്കുവാനും ഈ ജന്മദിനം ആഘോഷിക്കുവാനും ഇടയാക്കിയത് നല്ല ദൈവമേ ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും പ്രയത്നങ്ങളെയും എല്ലാം തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. നല്ല നിലത്ത് വീണ വിത്ത് പോലെ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളിലും ദൈവത്തിൻ്റെ ഹിതം അന്വേഷിക്കുകയും ദൈവഹിതത്തിനനുസരിച്ച് മുന്നോട്ട് ജീവിതം നയിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും ഇനിയുമുള്ള ഞങ്ങളുടെ ജീവിതകാലത്തൊക്കെയും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആയിരിക്കുവാനും ദൈവേഷ്ടമനുസരിച്ച് രോഗത്തിൻ്റെതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അതെല്ലാം ദൈവം എനിക്ക് പ്രത്യേകമായി തന്ന ദാനമാണ്. ദൈവത്തിൻ്റെ സഹനത്തിൽ കിട്ടിയിരിക്കുന്ന ഈ സഹനത്തിൻ്റെ ഒരു ഓഹരി എന്ന് വിചാരിച്ച് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനും എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാകുവാനും നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ. അങ്ങ് തന്ന ദാനത്തിനായി നന്ദിയേകിടാം, അങ്ങ് തന്ന സ്നേഹത്തിനായി നന്ദിയേകിടാം. നന്മരൂപനേ നല്ല ദൈവമേ, നന്മരൂപനേ നല്ല ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അതിലേക്ക് വിളിക്കുവാമേ. ഈശോ
വലിയ ഭാഗ്യമാണ് 90-ാം വയസ്സിൽ എത്താൻ പറ്റും. നമ്മൾ എനിക്കായി 75. അതൊന്നുമല്ല. ഒത്തിരി പഞ്ചായത്തൊന്നും കൊടുക്കണ്ട എല്ലാവരും. ഡൽഹി വന്നതിന്റെ ഒരു ശിക്ഷയാണ് ഇവിടെ തല തട്ടുന്നത്. ചേർന്ന് 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 അവരെ പിടിച്ചു വാങ്ങിക്കുകയാണ്. കൊണ്ടുപോവാ നിനക്കറിയില്ല.